നമസ്തേ, എല്ലാ പ്രേക്ഷകർക്കും 7@7 സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി വീണ്ടും പരാതി. ഗർഭിണിയാകാൻ നിർബന്ധിച്ച് ക്രൂരമായി പീഡിപ്പിച്ചു. ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തി ശരീരമാകെ മുറിവേൽപ്പിച്ചെന്നും പരാതിയിൽ. KPCC നേതൃത്വത്തിനും രാഹുലിനും പ്രിയങ്ക വാദ്രയ്ക്കും പരാതി നൽകി 23-കാരി. പരാതിയുടെ പകർപ്പ് ജനം TVക്ക്. സ്ഥിരീകരിച്ച് KPCC നേതാക്കളെ വിളിച്ച് സണ്ണി ജോസഫ്. കോൺഗ്രസ് വാദം പച്ചക്കള്ളം. അതിജീവിത നേതൃത്വത്തിന് പരാതി നൽകിയത് നവംബർ 28-ന്. കിട്ടിയില്ലെന്ന് പച്ചക്കള്ളം പറഞ്ഞത് KPCC അധ്യക്ഷനും നേതാക്കളും. നേതൃത്വത്തിന് പരാതി ലഭിച്ചത് അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ട അന്ന് തന്നെ. ദിവസം 6 കഴിഞ്ഞിട്ടും രാഹുലിനെ പിടിക്കാതെ കേരള പോലീസ്. കർണാടകയിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് രക്ഷപ്പെട്ടെന്ന് സൂചന. രാഹുലിനെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നതോടെ കോൺഗ്രസ് നേതൃത്വം കടുത്ത പ്രതിരോധത്തിൽ. പരാതി കിട്ടിയ ഉടൻ പോലീസിന് കൈമാറിയെന്ന് VD സതീശൻ. രാഹുൽ ഒളിവിൽ പോയതിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് K മുരളീധരൻ. തെരഞ്ഞെടുപ്പ് ഓഫീസ് പൂട്ടി മുങ്ങി രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാൻ. മാങ്കൂട്ടത്തിൽ സ്ഥിരം ലൈംഗിക കുറ്റവാളിയെന്ന BJP. ശബരിമല സംഘടിത കൊള്ളയിൽ അന്വേഷണം വഴിമുട്ടിയോ? കൂടുതൽ സമയം തേടി പ്രത്യേക അന്വേഷണ സംഘം. ഉന്നതരുടെ പങ്കാളിത്തം അന്വേഷിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതികളെയും പിടികൂടണമെന്ന് വിശദീകരണം. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൂടുതൽ വാദം തിങ്കളാഴ്ച. ബാർക്ക് ഡാറ്റ തിരിമറിയിൽ റിപ്പോർട്ടർ ചാനലിന് കുരുക്ക്. സ്വകാര്യ ചാനലിന്റെ പരാതിയിൽ കേസെടുത്ത് കളമശ്ശേരി പോലീസ്. കേസിൽ റിപ്പോർട്ടർ ചാനൽ ഉടമ 2ാം പ്രതി. സാമ്പത്തിക തട്ടിപ്പിൽ 24 ന്യൂസ് ചെയർമാനും കുരുക്കിൽ. ആലുങ്കൽ മുഹമ്മദ് നടത്തിയത് 2000 കോടിയുടെ വമ്പൻ തട്ടിപ്പ്. സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. കേരളത്തിലെ SIR നടപടികൾക്ക് സ്റ്റേ ഇല്ല. നടപടികൾ തുടരാമെന്നും കോടതി. നിയമം തിരിച്ചുപിടിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ടിറങ്ങും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കുന്നെന്ന രാജീവ് ചന്ദ്രശേഖർ. BJP അധികാരത്തിൽ വന്നാൽ വികസനം ഉറപ്പ്. ഭരണത്തിൽ മാത്രമല്ല ശൈലിയിലും മാറ്റമുണ്ടാകുമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ബലാത്സംഗ പരാതി. മലയാളിയായ 23-കാരിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയത്. ഗർഭിണിയാക്കണമെന്നാവശ്യപ്പെട്ടെന്നും ശരീരമാകെ മുറിവേൽപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. പരാതി KPCC DGPക്ക് കൈമാറി. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചക്രമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, എന്തായാലും ശക്തമായ വെളിപ്പെടുത്തലുകൾ പുറത്തു വരികയാണ്. നമുക്കറിയാം, ആ പരാതിയുടെ ഉള്ളടക്കം പരിശോധിച്ചാൽ അറിയാം രാഹുൽ എത്രത്തോളം മാനസിക വൈകൃതമുള്ള ആളാണെന്ന്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഒരു ഇമെയിൽ സന്ദേശമായി പരാതി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെത്തുന്നത്. ബാംഗ്ലൂർ സ്വദേശിയായ യുവതിയാണ് ഇത്തരത്തിൽ തനിക്ക് നേരിട്ട ദുരനുഭവം. രാഹുൽ മാങ്കൂട്ടത്തിൽ, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും തനിക്ക് നേരിട്ട അനുഭവങ്ങൾ, ദുരനുഭവങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് വിവരിച്ചുകൊണ്ട് ഒരു ഇമെയിൽ സന്ദേശം പരാതിയായിട്ട് അയക്കുന്നത്. അതിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA താനുമായി പരിചയപ്പെടുകയും ആ പരിചയത്തിൻ്റെ പുറം തനിക്ക് വിവാഹാഭ്യർത്ഥന നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അതായത് ബാംഗ്ലൂർ സ്വദേശിയായ 23-കാരിയാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത് ഇപ്രകാരമാണ്. താനുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാം ചാറ്റ് വഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി പരിചയപ്പെടുന്നത്. നിരന്തരം ഈ ഇൻസ്റ്റാഗ്രാം ചാറ്റ് വഴി സംവദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ യുവതിയോട് പറയുന്നു തൻ്റെ ഈ ഇമെയിൽ, അതായത്
തൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അത് മറ്റുള്ളവർ, അതായത് ഇതിൻ്റെ അഡ്മിന്മാർ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വകാര്യത നഷ്ടമാകുന്നു. അതുകൊണ്ട് ഈ യുവതിയുടെ ഫോൺ നമ്പർ വേണം, യുവതിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് യുവതിയുമായി ഫോൺ നമ്പർ വാങ്ങുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നത്. അതിനുശേഷം യുവതിയുടെ ടെലിഗ്രാം വഴിയും യുവതിയുമായി സംവദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ഇരുവരും സംസാരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. അങ്ങനെ വിവാഹ അഭ്യർത്ഥന നടത്തുകയും പരിചയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. യുവതി രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി അന്വേഷിക്കുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാവാണ്, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്, ഇങ്ങനെ അടക്കമുള്ള കാര്യങ്ങൾ ഈ യുവതിക്ക് വ്യക്തമാക്കുന്നു. യുവതി ഇതിനെ തുടർന്ന് യുവതിയുടെ ബന്ധുക്കളുമായി ആലോചിക്കുകയും വിവാഹാലോചന അടക്കമുള്ള, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരം ഈ യുവതി വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളടുത്ത് സംസാരിക്കുകയും ബന്ധുക്കൾക്കടക്കം താല്പര്യമുണ്ടാകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ നിരന്തരം ഇത്തരത്തിൽ തന്നെ ഗർഭിണിയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും മെസ്സേജ് അയക്കുന്നു. അതിനിടയിൽ യുവതി കേരളത്തിലേക്ക് വരുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തും സുഹൃത്ത് വഴി യുവതിയെ കൂട്ടിക്കൊണ്ടുപോവുകയും ഹോം സ്റ്റേയിൽ എത്തിക്കൊണ്ട് അവിടെ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം വീണ്ടും ഇത്തരത്തിൽ ശാരീരികവും മാനസികവുമായി ബുദ്ധിമുട്ടിക്കുന്ന നിലയിലേക്ക് എത്തി. ഈ യുവതിയെ ഗർഭിണിയായി കാണാൻ ആഗ്രഹിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. നിരന്തരം ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് ഈ യുവതിയുമായി ചാറ്റ് നടത്തുകയും യുവതിയെ ബലാത്സംഗം ചെയ്യുന്ന നിലയിലേക്ക് ചെന്നെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം പരാതിപ്പെടാതിരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു കേരളത്തിൽ തന്നെ ഒരു പൊളിറ്റീഷ്യനാണ് എന്നതുകൊണ്ട് തന്നെ പ്രാണഭയം ഉണ്ടായിരുന്നു, മാനഹാനി നേരിടുമെന്ന ഭയമുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് പരാതിപ്പെടാതിരുന്നത് എന്നും യുവതി പറയുന്നു. അതിനു പിന്നാലെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു യുവതി മറ്റൊരു അതിജീവിത പരാതി നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ പുരോഗമിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പരാതി നൽകാം, അത് കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകാം എന്ന നിലയിലേക്ക് യുവതി എത്തിയത്. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിർത്തിക്കൊണ്ട്, അതായത് നമ്മൾ ആ ഇമെയിൽ സന്ദേശം, ആ ഇമെയിൽ പരാതി വായിക്കുമ്പോൾ തന്നെ വളരെ ഭീതി ഉളവാക്കുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെയ്തികൾ ഓരോന്നും അതിൽ വിവരിക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായും വിവരിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ രൂക്ഷമായ ഭാഷയിൽ, അതായത് ഇത്തരത്തിൽ ആ യുവതിയുടെ ദുരനുഭവമെല്ലാം വലിയ രീതിയിൽ അതിൽ തുറന്ന് എഴുതിയിട്ടുമുണ്ട്. ആ പരാതി സ്വീകരിച്ച ഉടനെ തന്നെ KPCC അധ്യക്ഷൻ അത് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയും ചെയ്തു. ആ കൈമാറിയതിനു ശേഷം അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഈ പരാതി KPCC അധ്യക്ഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കുരുക്കുകൾ മുറുകുന്നു എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവ ദൂഷ്യം, ലൈംഗിക വൈകൃതം അടക്കമുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വരുന്നു. അതിൽ രണ്ടാമതൊരു കേസ് കൂടി വരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി പറയുന്നത്. നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടം മറ്റൊരു യുവതിയുമായി ബന്ധപ്പെട്ടുള്ള ആ പരാതി ലഭിച്ച, അല്ലെങ്കിൽ ആ ഒരു യുവതിയുടെ ഓഡിയോ സന്ദേശങ്ങളടക്കം മാധ്യമങ്ങളിൽ വാർത്തയായി വന്നതിന് പിന്നാലെ തന്നെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ, പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ നിരവധി പേർ ഈ പരാതിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ സ്വഭാവ വൈകൃതം മൂലം ദുരിതം അനുഭവിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പരാതിയുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതമുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ സ്വഭാവ വൈകൃതത്തെ ചർച്ചയാക്കിക്കൊണ്ട് തന്നെ നിരവധി പേർ പ്രതികരിച്ചിരുന്നു. രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറഞ്ഞിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസ് നേതാക്കൾക്കടക്കം, അതിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ എല്ലാം കുടുംബത്തിലുള്ളവർ, അതായത് ഭാര്യമാരോടും അടക്കം അപമര്യാദയായിട്ട് പെരുമാറിയ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വിവരം വന്നിരുന്നു. മറ്റൊരു കോൺഗ്രസ് നേതാവിൻ്റെ മകളോട് ഇത്തരത്തിൽ പെരുമാറിയെന്നൊരു വിവരം പുറത്തു വന്നിരുന്നു. ഇങ്ങനെ നിരവധി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ആളുകൾക്ക് പോലും, അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് മുന്നോട്ട് പോകാൻ, ജീവിക്കാൻ വയ്യാത്തൊരു സ്ഥിതി ഉണ്ടാകുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവ ദൂഷ്യം മൂലം ദുഃഖം അനുഭവിക്കേണ്ട ഒരു അവസ്ഥ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യാതൊരു നടപടിയുമെടുക്കാൻ KPCC നേതൃത്വം തയ്യാറായതുമില്ല. ഏതായാലും അതിന് പിന്നാലെയാണ് ഈ തുറന്നു പറഞ്ഞുകൊണ്ട്, തനിക്ക് നേരിട്ട ദുരിതങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത്. ആ പരാതി നൽകിയതിനു ശേഷം അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരാതിയുടെ തൊട്ടു പിന്നാലെ രാഹുൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ഇന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ പരാതി ലഭിച്ചതെന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഒരു വാദം വന്നിരുന്നത്. എന്നാൽ ആ വാദം ഇപ്പോൾ പൊളിയുകയാണ്. രാഹുലിന്റെ ലൈംഗിക പീഡനം സംബന്ധിച്ച് നേരത്തെയും പരാതികൾ ലഭിച്ചിരുന്നു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ യുവതി സണ്ണി ജോസഫിനും പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ അതേ ദിവസം തന്നെയാണ് KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും പരാതി നൽകിയത്. ഈ തെളിവുകൾ ജനം TVക്ക് ലഭിച്ചിരിക്കുകയാണ്. പ്രശാന്ത്, അങ്ങനെയെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് നടത്തുന്ന ഇരട്ടത്താപ്പ് ഇവിടെ പുറത്തു വരികയാണ്. നേരത്തെയും നിരവധി പരാതികൾ അങ്ങനെയെങ്കിൽ രാഹുലിനെതിരെ പുറത്തു വന്നു എന്ന് വേണ്ടേ കരുതാൻ?
വിഷ്ണു, അതായത് ഈ 27-ാം തീയതി 27 ഈ നവംബർ മാസം 27-ാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത് അതിജീവിത. ആ പരാതി നൽകിയ സാഹചര്യത്തിൽ തന്നെ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും യുവതി പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ആ വിവരം അന്ന് തന്നെ നമ്മൾ വാർത്തയായി പുറത്തുവിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളത് വാർത്തയാക്കുകയും ചെയ്തു. യുവതി KPCC പ്രസിഡന്റിനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനും പരാതി നൽകിയെന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ വാർത്തയായി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ ഈ KPCC പ്രസിഡന്റ് പറയുന്നത് തനിക്ക് ഇതുവരെ ലഭിച്ച അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവദൂഷ്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലൈംഗിക വൈകൃതവുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തനിക്ക് ലഭിച്ച ആദ്യ പരാതിയാണ് ഈ ബാംഗ്ലൂർ സ്വദേശിയായ 23-കാരൻ നൽകിയത്. അത് ഇന്ന് ഉച്ചയ്ക്ക് ഇമെയിൽ സന്ദേശം വഴി വന്ന പരാതി എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. എന്നാൽ അത് തെറ്റാണ് എന്ന് തന്നെയാണ് നമ്മൾക്ക് പറയാൻ കഴിയുന്നത്, നമ്മൾ സമർത്ഥിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് തന്നെ ഈ മാസം കഴിഞ്ഞ മാസം അതായത് ഡിസംബർ മാസം 27-ാം തീയതി യുവതി പരാതി നൽകിയിരുന്നു. ആ പരാതിയിന്മേൽ KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ യാതൊരുവിധ നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല അതിനെതിരെ മറ്റൊരു അതായത് ആ പരാതി ലഭിച്ചു എന്ന ഒരു കാര്യം പോലും തുറന്നു പറയാൻ ഇവർ രണ്ടുപേരും തയ്യാറായതുമില്ല. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ വിഷയം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ലൈംഗിക പീഡനം അടക്കമുള്ള കാര്യങ്ങൾ അത് വലിയ രീതിയിൽ കോൺഗ്രസ് നേതൃത്വത്തെ അടക്കം വെട്ടിലാക്കുന്നൊരു സാഹചര്യം. നിലവിൽ രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോകുന്നു, രാഹുലിനെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യും എന്ന നിലയിലേക്ക് എത്തി നിൽക്കുന്നു. അങ്ങനെ പാർട്ടിയും അതോടൊപ്പം തന്നെ ഈ നേതാക്കളും അടക്കം പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു പരാതി കൂടി വരുന്നത്. അപ്പോൾ ആദ്യ പരാതി പൂഴ്ത്തിവെച്ചതുപോലെ ഈ പരാതി കൂടി പൂഴ്ത്തിവെച്ച് കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ കോൺഗ്രസ് തന്നെ മാനക്കേടുണ്ടാക്കും. അതുകൊണ്ട് മാത്രമാണ് ഇത് DGPക്ക് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഈ KPCC അധ്യക്ഷൻ കൈമാറിയത്. അതിനുശേഷമാണ് തനിക്ക് ലഭിച്ച ആദ്യ പരാതി എന്ന് പറയുന്നത്. പക്ഷേ ആദ്യ പരാതിയല്ല, ഇതിനു മുമ്പും പരാതി നൽകിയിട്ടുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ അതിജീവിത ഈ KPCC പ്രസിഡന്റിനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനും പരാതി നൽകിയിരുന്നു. എങ്കിൽ പോലും നടപടി ഒന്നും ഉണ്ടായില്ല. നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല പരാതി ലഭിച്ച കാര്യം തുറന്നു പറയാൻ പോലും തയ്യാറായില്ല. നമുക്കറിയാം ഇതിനു മുമ്പും പല ഇത് സമാനമായ രീതിയിൽ യുവതികളും അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവ ദൂഷ്യത്തെ സംബന്ധിച്ച് പരാതി നൽകിയ പോലും അത്തരം പരാതികൾമേൽ അല്ലെങ്കിൽ വാക്കാലോ അല്ലെങ്കിൽ എഴുത്ത് മുഖാന്തരമോ ഇത്തരം പരാതികൾക്കൊന്നും യാതൊരുവിധ നടപടികളും എതിർത്തില്ല. നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യം ഈ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ അത് വലിയ രീതിയിൽ വാർത്തയാകുമ്പോൾ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയാണ് കോൺഗ്രസ് നേതൃത്വം പാടുപെട്ടത്. ഒരു നേതാക്കളും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായി യാതൊന്നും പറഞ്ഞതുമില്ല. മാത്രമല്ല അദ്ദേഹത്തെ ഈ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്നോ അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നോ ഒന്നും ആവശ്യപ്പെടാൻ അന്ന് നേതൃത്വം തയ്യാറായില്ല. വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലായിക്കോട്ടെ, വാർത്താ മാധ്യമങ്ങളിലായിക്കോട്ടെ, പത്രദൃശ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ചാറ്റുകളടക്കം പുറത്തു വരികയും അത് വലിയ രീതിയിൽ വാർത്തയാക്കുകയും ചെയ്ത സമയത്ത് കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലായി. പ്രശാന്ത്, അത് തന്നെയാണ് എത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ട് പോലും അതിൽ കൃത്യമായൊരു മറുപടി പറയാൻ നേതൃത്വത്തിന് സാധിക്കുന്നില്ല. ഏറ്റവും ഒടുവിലുള്ള പ്രതികരണങ്ങൾ പോലും സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്, നടപടി പാർട്ടിപരമായി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ദിനം പുറത്തു വരുമ്പോൾ ഇത്തരത്തിലുള്ള ലാഘവമായ നടപടിയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ തന്നെ വെളിവാകുന്നത് കോൺഗ്രസിന്റെ ഈ ഒരു വിഷയത്തിലുള്ള ഇരട്ടത്താപ്പ് തന്നെയാണ്. മറ്റു വാർത്തകൾ നോക്കാം. രാഹുലിനെതിരായ പുതിയ പരാതിയിലും ശക്തമായ നിലപാടാണ് പാർട്ടിക്കെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗൗരവകരമായി പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും. പാർട്ടിക്കാർക്കെതിരെ പരാതി വന്നിട്ട് പാർട്ടി തന്നെ അന്വേഷണം നടത്തിയ ചരിത്രമാണ് CPM-ന്. രാഹുലിനെതിരായ ആരോപണങ്ങളെ പാർട്ടി പ്രതിരോധിക്കുന്നില്ലെന്നും സതീശൻ പത്തനംതിട്ടയിൽ പ്രതികരിച്ചു. അപ്പോൾ അത് ഗൗരവത്തോടു കൂടി വേറെ പാർട്ടി ചർച്ച ചെയ്യും. ആദ്യം ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതി പോലും വരാതെ ഞങ്ങൾ നടപടിയെടുത്തു. ഇക്കാര്യത്തിൽ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും, മാതൃകാപരമായ രീതി. ഇപ്പോൾ വീണ്ടും ഒരു പരാതി വന്നിരിക്കുന്നു. ഞങ്ങൾ ഗൗരവതരമായി പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും, ഉറപ്പായി. ഒറ്റയ്ക്ക് എനിക്കോ പ്രസിഡന്റിനോ എടുക്കാൻ പറ്റില്ലല്ലോ. നേരത്തെ തീരുമാനം എടുത്തതുപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം ഇക്കാര്യത്തിലും എടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക കുറ്റവാളിയെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C കൃഷ്ണൻകുമാർ. കോൺഗ്രസിന്റെ സൈബർ ആക്രമണം ഭയന്നാണ് പലരും രാഹുലിനെതിരെ പരാതി പറയാൻ മടിക്കുന്നത്. ഇനിയെങ്കിലും കോൺഗ്രസ് രാഹുലിന്റെ MLA സ്ഥാനം രാജിവെപ്പിക്കണം. അറസ്റ്റ് ഉടൻ ഉണ്ടായില്ലെങ്കിൽ BJP സംസ്ഥാനത്തുടനീളം വ്യാപക പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും കൃഷ്ണകുമാർ പാലക്കാട് പറഞ്ഞു. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല, ഒരു ലൈംഗിക കുറ്റവാളിയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. കേരളത്തിലെ നിരവധി യുവാക്കൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ക്രൂരകൃത്യത്തിന് ഇരയായിട്ടുള്ള നിരവധി പെൺകുട്ടികളുണ്ട്. ഇത്രയും കാലം പലരും ഇത് തുറന്നു പറയാൻ മടിച്ച ആളുകളാണ്. രാഹുലിൻ്റെ സൈബർ ടീമിൻ്റെ ആക്രമണവും അതുപോലെ തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകളുടെ ആക്രമണവും പേടിച്ച്
ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ മടിച്ചവരാണ് ഇന്ന് ഇത്തരം കാര്യങ്ങൾക്കെതിരായിട്ട് പരാതി നൽകാൻ തയ്യാറായിട്ടുള്ളത്. പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ഈ യുവതി പരാതി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം ഇനിയെങ്കിലും ഈ ലൈംഗിക കുറ്റവാളിക്കെതിരായിട്ട് നടപടിയെടുക്കാൻ, അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും MLA സ്ഥാനം രാജിവെപ്പിക്കാനുമാണ് തയ്യാറാവേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തമിഴ്നാട് കർണാടക അതിർത്തിയായ ബംഗളൂരുവിൽ ഉണ്ടായിരുന്നതായി പോലീസ് എത്തുന്നതിന് മുന്നോടിയായി രാഹുൽ കർണാടകയിലേക്ക് കടന്നതായും സൂചന ലഭിച്ചിട്ടുണ്ട്. ബുധനാഴ്ചയാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചത് തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാഗല്ലൂരിലാണെന്ന് പോലീസ് കണ്ടെത്തൽ. ഇന്നലെ രാവിലെ വരെ രാഹുൽ ഇവിടെയായിരുന്നു. അതിനുശേഷം കർണാടകയിലേക്ക് കടന്നതായാണ് സംശയിക്കുന്നത്. ഒളിവിലുള്ള രാഹുൽ കാറുകൾ മാറി മാറി ഉപയോഗിക്കുന്നതായും സംശയമുണ്ട്. കോയമ്പത്തൂർ, പൊള്ളാച്ചി എന്നിവിടങ്ങളിലും താമസിച്ചതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനായി അന്വേഷണ സംഘം തമിഴ്നാട്ടിലും എത്തി പരിശോധന നടത്തി. ഒന്നിലധികം സംഘങ്ങളാണ് തിരച്ചിൽ നടത്തുന്നത്. അന്വേഷണ സംഘം തമിഴ്നാട് പോലീസിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും സഹായവും തേടി. കോയമ്പത്തൂരും പൊള്ളാച്ചിയും കേന്ദ്രീകരിച്ചാണ് പ്രത്യേക സംഘം അന്വേഷണം നടത്തുന്നത്. സഹായത്തിനായി തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും ഒപ്പമുണ്ട്. കോയമ്പത്തൂർ വഴി ബാഗല്ലൂരിലെത്തി ഇവിടെ നിന്ന് കർണാടകത്തിലേക്ക് കടന്നതായും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതേസമയം ബലാത്സംഗ കേസിൽ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ പുതിയ ഹർജിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിലെത്തി. നാളെ അടച്ചിട്ട കോടതി മുറിയിൽ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഹർജി നൽകിയത്. BNS 366 വകുപ്പ് പ്രകാരമാണ് രാഹുൽ ഹർജി നൽകിയത്. ഈ വകുപ്പ് പ്രകാരം ഹർജി കേൾക്കണമെന്ന മാത്രമാണ് ഹർജിയിലെ ആവശ്യം. ജനം, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. അഴിമതി കേസിൽ പാകിസ്ഥാൻ തടവിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജയിലിൽ സന്ദർശിച്ച് സഹോദരി ഉസ്മ. ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും സഹോദരനെ ജയിലിൽ പീഡനമേൽക്കേണ്ടി വരുന്നതായും സഹോദരി പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ പുറത്തു വരുന്നത്? വിഷ്ണു, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് സഹോദരി ഉസ്മ ഇമ്രാൻഖാനെ അട്യാല ജയിലിൽ സന്ദർശിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സന്ദർശിച്ചതിന് ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇമ്രാൻഖാൻ കടുത്ത പീഡനത്തിനും മാനസിക പീഡനത്തിനും ഇടയാകുന്നു എന്നാണ്. ശാരീരിക പീഡനത്തിനും ഇടയാകുന്നുണ്ട് എന്ന ചില സൂചനകളും അവർ നൽകുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളൊന്നും തന്നെ മാധ്യമങ്ങൾ നൽകിയിട്ടില്ല. അല്പസമയം മുമ്പാണ് സഹോദരി ഇമ്രാൻഖാനെ സന്ദർശിച്ചത്. നമുക്കറിയാവുന്നതാണ്, ഇമ്രാൻഖാനെ കാണാൻ അനുവദിക്കുന്നില്ല എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ ഉണ്ടായൊരു സാഹചര്യമുണ്ടായിരുന്നു. വലിയ എതിർപ്പ് വലിയ പ്രതിഷേധങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി നടത്തുകയും ചെയ്തിരുന്നു, ഇമ്രാൻഖാൻ്റെ പാർട്ടി നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവരെ, അതായത് സഹോദരിയെ കാണാൻ അനുവദിക്കുകയും ഇമ്രാൻഖാനെ കാണാൻ അനുവദിക്കുകയും ചെയ്തത്. അവരുടെ വിശദീകരണങ്ങളിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ആരോഗ്യസ്ഥിതി, ഇമ്രാൻഖാൻ്റെ ആരോഗ്യസ്ഥിതി വളരെ ബുദ്ധിമുട്ടിലാണ് എന്നൊരു സൂചന തന്നെ പുറത്തു വരികയും ചെയ്യുന്നത്. ഇന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു പാകിസ്ഥാനിൽ, റാവൽപിണ്ടിയിലും അതുപോലെ തന്നെ ഇസ്ലാമാബാദിലും. അത് നേരത്തെ അതിനുള്ള സാഹചര്യം ഉണ്ടായത് ഖൈബർ പങ്ക്തുൻഖ്വയിലെ മുഖ്യമന്ത്രി, അതായത് പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടിയുടെ അംഗം കൂടിയായ ഖൈബർ പങ്ക്തുൻഖ്വയിലെ മുഖ്യമന്ത്രി കൃത്യമായും എല്ലാ അംഗങ്ങളോടും പ്രൊവിഷണൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് നിയമസഭാംഗങ്ങൾക്ക് സമാനമായ നിയമസഭയ്ക്ക് സമാന സംവിധാനമായ പാകിസ്ഥാനിലെ സംവിധാനത്തിൻ്റെ അംഗങ്ങളോട് ഇസ്ലാമാബാദിലെത്താൻ ആവശ്യപ്പെടുകയും റാവൽപിണ്ടിയിൽ അതിശക്തമായ പ്രക്ഷോഭം PTI നടത്തുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് രണ്ടിടങ്ങളിലും നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങിയത്. എന്നാൽ ഈ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്ന ആ വേളയിൽ തന്നെ അവർക്ക് സഹോദരിക്ക് ഇമ്രാൻഖാനെ കാണാൻ അവസരം നൽകിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ക്രൂര പീഡനം ഏൽക്കുന്നുണ്ട്, മാനസിക പീഡനത്തിന് വിധേയനാകുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നതോടെ ഗൗരവമേറിയ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഏത് രീതിയിലായിരിക്കും ഇനി സഹോദരിമാരും അതുപോലെ തന്നെ പാർട്ടിയും PTIയും മുന്നോട്ട് പോവുക എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണ കേസുകളിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. SIR റദ്ദാക്കണമെന്നുള്ള ആവശ്യം തള്ളിയ സുപ്രീം കോടതി നടപടികൾ തുടരാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് വരെ SIR നീട്ടിവയ്ക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകാമെന്നും കോടതി അറിയിച്ചു. കേരളത്തിലെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടി റദ്ദാക്കി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ വാദം ഉന്നയിച്ചത്. എന്നാൽ കേരളത്തിൽ SIR നടപടികൾ തുടരാമെന്ന തീരുമാനമാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് കൈക്കൊണ്ടത്. SIR-നായി 88% ഫോമുകളും ഡിജിറ്റലൈസ് ചെയ്തു കഴിഞ്ഞതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. കേരളത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് SIR നടപ്പാക്കുന്നതിൽ പ്രശ്നമില്ലെന്നും സംസ്ഥാന സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്കുമാണ് പ്രശ്നമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
കമ്മീഷൻ വ്യക്തമാക്കി. SCR നടപടികൾക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും വ്യത്യസ്തമായ ജീവനക്കാരെയാണ് ചുമതലപ്പെടുത്തിയതെന്നും കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി കേരളത്തിൽ SCR നടപടികൾ തുടരാമെന്ന് വ്യക്തമാക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ SCR നീട്ടിവെക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ആവശ്യമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകാമെന്നും കമ്മീഷൻ ഇക്കാര്യം പരിശോധിക്കണമെന്നും കോടതി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന് പുറമെ CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും SIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു. നിലവിൽ SIR പ്രഖ്യാപിച്ച കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും ഫെബ്രുവരി 2-ാം വാരത്തോടെ നടപടികൾ പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ജനം, ഡൽഹി. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ആക്ഷേപഹാസ്യ പരിപാടിയായ ക്ഷ കാണാം. നമസ്തേ.